ഞങ്ങൾ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് സാധാരണ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അതിലുപരി ഞങ്ങളുടെ ഈ വേദന, അതായത് ഈ വെയിലത്ത് ഈ 32ാമത്തെ ദിവസമാണെന്ന്, അതിനൊരു പരിഹാരം ദേവി ഇന്ന് ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന. മുൻവർഷങ്ങളിൽ ആറ്റുകാൽ അമ്പലനടയിൽ പോയി വരെ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചവരാണ്. ഇത്തവണ സമരപ്പന്തലിൽ പൊങ്കാലയിടേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ജീവിക്കാനായി സമരപ്പന്തലിൽ ഒരുമിച്ചവർ സർക്കാരിന്റെ കനിവിനായി ആറ്റുകാലമ്മയോട് ഒരുമിച്ച് അപേക്ഷിച്ചു. സങ്കട നിവാരണത്തിനായുള്ള ആശമാരുടെ പൊങ്കാല നാടാകെ അറിഞ്ഞു. തീർച്ചയായിട്ടും അമ്മ കാണാതിരിക്കില്ല. അമ്മ സ്ത്രീയാണ്. കർണകിയുടെ ചരിത്രം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. സ്ത്രീയാണല്ലോ. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി എന്തായാലും അമ്മ നിലകൊള്ളൂ എന്നുള്ള 100% ഉറപ്പാണ്. സമരം ഇത്ര നീണ്ടു പോകുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ അമ്മയുടെ അടുത്ത് വരാനായിട്ട് 1 മാസം മുമ്പേ ഒത്തിരി ആശമാർ വണ്ടി ബുക്ക് ചെയ്തായിരുന്നു. കഴിഞ്ഞ പൊങ്കാലയ്ക്കെല്ലാം ആശമാർക്ക് പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടായിരുന്നു. ഓണറേറിയം വർധനയും ആനുകൂല്യങ്ങളും ചോദിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തോട് സർക്കാർ കണ്ണടയ്ക്കുമ്പോൾ ആറ്റുകാലമ്മയോട് ഒരു പ്രാർത്ഥന മാത്രം. ഇതാണ് പ്രത്യേക പ്രാർത്ഥനയാണ്. ആരോഗ്യമന്ത്രി ഞങ്ങളുടെ കണ്ണു തുറക്കാൻ, ഞങ്ങളുടെ അവകാശങ്ങൾ തന്ന് ഞങ്ങൾ കണ്ണു തുറക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇതെല്ലാം അമ്മയുടെ മണ്ണിൽ വന്നിരുന്ന് ഞങ്ങളെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടും കൂടെ ഉള്ള പൊങ്കാലയും ഈ നൈവേദ്യങ്ങളുമാണ്. അപ്പൊ ഇതെല്ലാം തിളച്ചാവി കയറുമ്പോഴത്തേക്കും മന്ത്രിയുടെ മനസ്സും കൂടെ അലിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആറ്റുകാലമ്മ ആരോഗ്യമന്ത്രിയുടെ കണ്ണ് തുറപ്പിക്കാൻ അമ്മയ്ക്ക് പായസവും തെരളിയും മണ്ടപ്പുറ്റും നിവേദ്യമായി അർപ്പിച്ചു. മനസ്സിലെ പ്രതീക്ഷകൾ കലങ്ങളിൽ തിളച്ചു തൂകി. പൊങ്കാലയിടാൻ അരിയും ശർക്കരയും പഴവും നാളികേരവുമെല്ലാം വാങ്ങിക്കൊടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശമാരെ കാണാനെത്തി. അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് നന്മയുണ്ടാവും. കേന്ദ്രം ആശമാർക്ക് നൽകിയ പണത്തിന്റെ കണക്ക് സംസ്ഥാനത്തോട് ചോദിക്കുന്നതിനെ സുരേഷ് ഗോപി ന്യായീകരിച്ചു. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് സംസ്ഥാനമാണെന്നും സുരേഷ് ഗോപി പറയാതെ പറഞ്ഞു. കൊടുക്കാനുള്ളത് കൊടുത്തു, ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരാം, കണക്ക് കൊടുക്കില്ല, അതും അവരുടെ ന്യായം. ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത്. അവരെടുത്ത് പറയും പ്രഖ്യാപിക്കാൻ. ചെല്ല്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സർക്കാരില്ലേ. പൊങ്കാല കഴിഞ്ഞ് നാടും നഗരവും ഒഴിഞ്ഞെങ്കിലും ആശമാർ ജീവിക്കാനുള്ള സമരവുമായി തെരുവിൽ തുടരുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമായിട്ട് വീട്ടിലേക്ക് പൊങ്കാലയായിട്ട് മടങ്ങിപ്പോയി കുടുംബത്തോടൊപ്പം കഴിയണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ കഠിന ഹൃദയരായിട്ടിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങളിവിടെ ഇരിക്കുന്നത് സ്ത്രീ തൊഴിലാളികളാണ്. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.